ഒരാൾ മറ്റൊരാൾക്ക് സിഹിർ ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേരേണ്ടതുണ്ട്. അപ്പോൾ സിഹിർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനാവശ്യമാണ്. എനിക്ക് ഭർത്താവിൻ്റെ വീട്ടുകാർ സിഹിർ ചെയ്തിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന്. എൻ്റെ മകനെ ഭാര്യ വീട്ടുകാർ കൈവിഷം നൽകി വശത്താക്കി. കൈവശം എന്നുള്ളൊരു സാധനം കടയിൽ വാങ്ങാൻ കിട്ടുന്ന സംഭവമല്ല. ഈ സിഹിറിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് മാരണം പറയപ്പെടുന്നത്. വാസ്തവത്തിൽ ഗൂഢവിദ്യകളുടെ അവസാന ഭാഗമാണ് ഇന്ത്യൻ ഗൂഢവിദ്യ എന്ന് പറയുന്നത്. പിന്നെ ചൈനീസ് ഗൂഢവിദ്യ എന്ന് പറഞ്ഞതാണ് ഫൂങ്ഷോയി എന്ന പേരിൽ ഇന്നറിയപ്പെട്ടിട്ടുള്ളത്. അതിലെ ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരതീയ ഗൂഢവിദ്യ എന്ന് പറയുന്നത് 6 പ്രധാനപ്പെട്ട കർമ്മങ്ങളും 64 മന്ത്രങ്ങളും ചേർന്നിട്ടുള്ളതാണ്. ഇതിൽ 64 മന്ത്രം എന്ന് പറഞ്ഞാൽ ഈ ബീജാക്ഷരങ്ങൾ എന്ന് പറയുന്ന സാധനമാണ് ഇതിൽ ഉപയോഗിക്കുക. ബീജാക്ഷരം എന്ന് പറഞ്ഞാൽ ഈ ഹ്രീം ക്രീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്രീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വാക്കുകൾക്കാണ് ബീജാക്ഷരങ്ങൾ. കഥാപുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ പറ്റും അങ്ങനത്തെ പ്രയോഗങ്ങൾ. ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ചേർന്ന 64 മന്ത്രങ്ങളും 6 കർമ്മങ്ങൾ എന്ന് പറഞ്ഞത്, ഒന്നാമത്തേത് ശാന്തി എന്ന് പറയുന്ന കർമ്മമാണ്, 2 വശ്യം എന്ന് പറയുന്നതാണ്, 3-മത്തേത് സ്തംഭനം എന്ന് പറയുന്നതാണ്, 4-മത്തേത് ദോഷണം എന്ന് പറയുന്നതാണ്, 5-മത്തേത് ഉച്ചാടനം എന്ന് പറയുന്നതാണ്, 6-മത്തേത് മാരണം എന്ന് പറയുന്നതാണ്. ഇതിൽ 6-മത്തേത് മാത്രമാണ് മാരണം. സിഹിറിൻ്റെ ഓപ്പോസിറ്റായി നമ്മൾ പറയുന്ന മാരണം. വാസ്തവത്തിൽ ഈ 6ഉം സിഹിറിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ സിഹിറിൻ്റെ ഭാഷാർത്ഥമായി പരിഭാഷയായി വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഏകദേശം ഒരു ഹിസ്റ്ററി ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നമ്മുടെ പ്രേക്ഷകരുടെ ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില ആവലാതികൾ നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകുമെന്ന് തോന്നുന്നു. എനിക്ക് ഭർത്താവിൻ്റെ വീട്ടുകാർ സിഹിർ ചെയ്തിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. ഞാൻ സിഹിർ എന്നതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് സിഹിർ ഫോബിയ എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സാധനം. സിഹിർ ഭയം. യഥാർത്ഥത്തിൽ സിഹിറിനേക്കാൾ വലിയ എഫക്റ്റ് ഉള്ളതാണ് സിഹിർ ഭയം എന്ന രോഗം, സിഹിർ ഫോബിയ എന്ന രോഗം. അയൽവക്കത്തെ വീട്ടിൽ 2 ആളുകളെ കൂടുതൽ കണ്ടാൽ ഒരു കാര്യമായിട്ട് എന്തോ ചെയ്യാണ് എന്ന് തോന്നുന്ന, ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അഹങ്കാരമാണ്. ഞാൻ മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം. എനിക്ക് സലാംക്ക സിഹിർ ചെയ്തു എന്നെനിക്ക് തോന്നുന്നത് എന്നിൽ ഉള്ള ഏതെങ്കിലും ഒരു അനുഗ്രഹം നീങ്ങിപ്പോകണമെന്ന് സലാംക്ക ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. അങ്ങനെ വിചാരിക്കണമെങ്കിൽ ആദ്യം എനിക്കെന്തോ ഒരു അനുഗ്രഹം ഉണ്ട് എന്ന് എൻ്റെ മനസ്സിലുണ്ടാവണം. എനിക്ക് കാര്യമായ അനുഗ്രഹമുണ്ട് എന്ന് തോന്നുന്നതിന് അഹങ്കാരം എന്നാണ് പറയാം. ഞാനെന്തോ ആണ്. അപ്പോൾ ഈ അസുഖം, അതായത് സിഹിറിൻ്റെ അല്ല, സിഹിർ ഫോബിയയുടെ ബേസ് അഹങ്കാരത്തിൽ നിന്നാണ് അത് വരുന്നത് എന്ന് മനസ്സിലാക്കും. ഒരാൾ മറ്റൊരാൾക്ക് സിഹിർ ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേരേണ്ടതുണ്ട്. അപ്പോൾ സിഹിർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനാവശ്യമാണ്. ഒന്ന്, ആർക്കാണോ സിഹിർ ചെയ്യുന്നത് അയാളുടെ പേര്, അയാൾ ജനിച്ച നാൾ. 2-മതായി ആവശ്യമായി വരുന്നത് ഈ സിഹിർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് പിരിയുകയോ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു. 3-മത്തേത് സിഹിർ ചെയ്യുന്ന ആൾ അതിനാവശ്യമായ സേവകളും പൂജകളും കൊണ്ട് നടക്കുകയും വേണം. അപ്പോൾ സിഹിർ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. ഭാരിച്ച സാമ്പത്തിക ചെലവുണ്ട് ഒരാൾക്ക് സിഹിർ ചെയ്യണമെങ്കിൽ. സിഹിറിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് 40 ദിവസമാണ്. 40 ദിവസം കഴിയുമ്പോൾ മാറ്റി ചെയ്യേണ്ടി വരും. ഇത്രയും പണം നമുക്കെതിരെ ആരെങ്കിലും ചിലവാക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് വിലയിരുത്തി വേണം സിഹിർ പേടി കൊണ്ട് നടക്കാൻ. സിഹിറിനേക്കാൾ ഇത്തരം ചോദ്യത്തിലുള്ളത് സിഹിർ ഫോബിയ എന്ന സിഹിർ ഭയമാണ്. ആ പേടി എടുത്തു വെച്ചാൽ തന്നെ ആ അസുഖം മാറും. ഇതിപ്പോൾ ഒരു ഭാര്യയാണ് പറഞ്ഞത്, എനിക്ക് ഭർത്താവിൻ്റെ വീട്ടുകാർ സിഹിർ ചെയ്തു. ഇതേ ഫോബിയ, എനിക്കിപ്പോൾ അങ്ങനെ തന്നെ ആ വാക്ക് തന്നെ ഉപയോഗിക്കാൻ കഴിയും. ഇതേ ഫോബിയ തന്നെയാണ് അടുത്തതും. എൻ്റെ മകനെ ഭാര്യ വീട്ടുകാർ കൈവിഷം നൽകി വശത്താക്കി. കൈവശം എന്ന് പറഞ്ഞിടത്ത് ഒരല്പം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതായത് കൈവശം എന്നുള്ളൊരു സാധനം കടയിൽ വാങ്ങാൻ കിട്ടുന്ന സംഭവമല്ല. ഒരു 100 രൂപക്ക് കൈവശം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചാൽ അവിടെ പോയാൽ പിന്നെ അത് ചില കെമിക്കലുകളും ചില വസ്തുക്കളും ചേർത്ത് ഉണ്ടാക്കാം എന്ന് പറയപ്പെടുന്നു. വാസ്തവത്തിൽ കൈവശം എന്ന് പറയുന്നത് ഭക്ഷണത്തിലെ മനസ്സാണ്.
നല്ല വിചാരത്തോടുകൂടെ ഭക്ഷണം കൊടുത്താൽ ആ നന്മയുടെ വിചാരം ഈ ഭക്ഷണത്തിലുണ്ടാവും. ചീത്ത വിചാരത്തോടുകൂടെ ഭക്ഷണം കൊടുത്താൽ ആ ചീത്ത വിചാരം ഈ ഭക്ഷണത്തിലുണ്ടാവും. വെറുപ്പിക്കാൻ വേണ്ടി ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണത്തിൽ വെറുപ്പും, വശീകരിക്കാൻ വേണ്ടി ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണത്തിൽ വശീകരണവും ഉണ്ടായിരിക്കും എന്നതാണ്. അപ്പോൾ ദീർഘകാലം ഒരു സ്ഥലത്ത് താമസിച്ചു, അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിച്ചു, അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം കൊടുത്ത ആളുകളോട് സ്വാഭാവികമായും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഈ അറ്റാച്ച്മെൻറ്റിനെയാണ് പിൽക്കാലത്ത് ഈ തരത്തിൽ കൈവശം കൊടുത്തു മറ്റെടുത്തു അങ്ങനെ വിശദീകരിക്കപ്പെടുന്നത്. പിന്നെ ആയുർവേദത്തിലൊക്കെ കൈവശ പരിഹാര ഗുളിക എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഗുളികളുണ്ട്. അത് വിരുദ്ധാഹാരം കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഗുളികകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൈവശം എന്നുള്ളത് 3 തരത്തിലുണ്ട്. ഇതിൽ വാസ്തവത്തിൽ അതൊന്നുമല്ല ഉണ്ടായിരിക്കുക. ഇതെന്തോ സ്വാഭാവികമായ പ്രശ്നങ്ങൾ കാരണം അവൻ കൂടുതലായി ഭാര്യ വീട്ടിൽ താമസിക്കുന്നു. അതൊന്ന് പറഞ്ഞ് മസലഹത്താക്കി ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തിയാൽ തിരിച്ചു വരാവുന്ന കേസേ ഉണ്ടായിരിക്കുള്ളൂ. താങ്കളിങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു സംഭവം ഓർക്കുന്നുണ്ട്. പലയിടത്തും നേരത്തെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, അവനെ അവൾ മയക്കിയെടുത്തു എന്ന്. ഭക്ഷണത്തിൽ കൈവശം കൊടുത്ത് മയക്കിയെടുത്തു എന്ന്. സത്യത്തിൽ ഈ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ആ സൗന്ദര്യം, ഭക്ഷണം എടുത്തു വെച്ചിട്ട് ദയ എടുത്തു വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ വന്ന് തിന്നുക എന്ന് പറയുന്നതും, ആഹാരമുണ്ട് വരൂ കഴിക്കുക എന്ന് പറയുന്നതും, സംഗതി കഴിക്കാനാണെങ്കിലും ആ ശൈലി പ്രയോഗത്തിൻ്റേതായുണ്ട്. ഒരുപക്ഷെ നമ്മൾ തന്നെ എന്നും കഴിക്കുന്ന വീട്ടിൽ ഉപയോഗിക്കുന്ന രൂപവും വല്ലപ്പോഴും ചെന്നൊരു വീട്ടിൽ നിന്ന് പറയുന്ന രൂപവും ആ വ്യത്യാസമായിരിക്കാം ഈ മയക്കിയെടുക്കലിലൂടെ ഉണ്ടായത് എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒന്നും അകത്ത് ചെന്നാവില്ലല്ലേ? ഇല്ല, ഒന്നും അകത്ത് ചെന്നതല്ല. അത് ഈ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും അത് വിളമ്പുമ്പോഴും അത് കൊണ്ടുപോയി കൊടുക്കുമ്പോഴും ഉള്ള പാചകം ചെയ്ത ആളുടെ മനസ്സ് ആ ഭക്ഷണത്തിൽ എഫക്റ്റ് ഉണ്ടാവും. ഇവരും നമ്മൾ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത് എൻ്റെ ഭർത്താവിന് കൊടുക്കാൻ എന്ന സ്നേഹബുദ്ധി മനസ്സിൽ കാണുക, ഭർത്താവിനെ മനസ്സിൽ കാണുക, മക്കളെ മനസ്സിൽ കാണുക. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് ചെയ്താൽ ഭക്ഷണത്തിലൂടെ ആരും വശീകരിക്കപ്പെടും. നമ്മൾ ചിലപ്പോൾ ചില ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആ ഹോട്ടലിലേക്ക് തന്നെ പോകുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് സംഗതി. ഭക്ഷണത്തിൽ ആരെയും ആകർഷിക്കപ്പെടും. ഇങ്ങനെ ഇതിൻ്റെ ഒരു സിഹർ ഫോബിയ ആണ് എന്ന് മനസ്സിലാക്കി നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി കൈവശം അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ ഒരു രൂപം കിട്ടിക്കഴിഞ്ഞപ്പോൾ എങ്കിലും ഉള്ളിൽ പലർക്കും ഉണ്ടാകും, എന്നാലും അതൊന്നുമല്ല, സിഹർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സിഹർ ബാധിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ഈ സിഹർ ബാധിച്ചോ ഇല്ലോ എന്ന് അറിയാനുള്ള സൂത്രവാക്യം ഡോക്ടറുടെ കയ്യിലുണ്ട്. നോർമലായി ഒരാൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ ശാരീരിക വേദനയാണ് ഉണ്ടാകുക. അപ്പോൾ തണ്ടൽ വേദന, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദന, തലവേദന, ഇങ്ങനെയുള്ള വേദനകളിലൂടെയാണ് ഒരാൾക്ക് സിഹർ ബാധിച്ചോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. പിന്നെ അശ്രദ്ധ, മറവി എന്നിവ 2ാം ഘട്ടത്തിൽ സിഹർ ബാധിച്ചവർക്കുണ്ടാവും. പിന്നെ ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ചില തോന്നലുകൾ മാത്രമാണ് ഇതിലുണ്ടാകുക. ഒരു 40 ദിവസം ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ സിഹർ സ്വമേധയാ ബാത്തിലായി പോകും. നമ്മൾ നേരത്തെ പുതുക്കി വെച്ചാൽ ഈ ലോണൊക്കെ പുതുക്കി വയ്ക്കണമെന്ന് പറഞ്ഞത് പോലെ സിഹറിനെ പുതുക്കേണ്ടി വരും. അത് പുതുക്കാനൊന്നും ആരും തയ്യാറാവില്ല. 40 ദിവസം ശക്തമായ ഈമാനോടുകൂടെ പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ മതി. ഇപ്പോൾ തന്നെ താങ്കൾ ഈ പറഞ്ഞപ്പം സ്വയം ഒന്ന് ചിന്തിക്കും പ്രേക്ഷകരിൽ ചിലരെങ്കിലും, നട്ടൽ വേദനയുണ്ട്, തണ്ടൽ വേദനയുണ്ട്, അല്ലെങ്കിൽ മറവിയുണ്ട്, അപ്പോൾ എനിക്കെന്തായാലും സിഹറുണ്ട് എന്ന് ചിന്തിച്ചാൽ അത് ഫോബിയാണ്. ഒറിജിനൽ സിഹറിനെ തിരിച്ചറിയാനുള്ള വഴി അതാണെന്നേ ഉള്ളൂ. അത് നമുക്ക് പിന്നെ ഹാർട്ടിന് പ്രശ്നമുള്ള ആളുകൾക്ക് കയ്യിൻ്റെ ഇടതുവശത്ത് കൂടെയാണ് വേദന വരിക എന്നറിഞ്ഞാൽ പിന്നെ ഇടക്കിടക്ക് തോന്നും, എൻ്റെ കയ്യിൻ്റെ ഇടത് സൈഡിൽ ഇങ്ങനെ, ഇടത്തെ കയ്യിൽ ഇങ്ങനെ വേദന ഉണ്ട് എന്നതുപോലെയാണ് ഈ കാര്യവും. സിഹറിൻ്റെ അടയാളങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ എനിക്ക് ഏതായാലും അതന്നെയെന്ന് ഉറപ്പ് തോന്നുകയാണ് ചെയ്യണത്. വാസ്തവത്തിൽ സിഹിർ അല്ല ഉണ്ടായിരിക്കുക, സിഹിർ ഫോബിയ തന്നെയാണ് ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ എന്താ അടയാളം എന്ന് ചോദിച്ചാൽ അതിനൊരു അടയാളം പറയണമല്ലോ, അത്രേ അതിലുള്ളൂ. ഇതിലുള്ളത് ഒരു സ്വാഭാവികമായ അസ്വസ്ഥതകൾ എന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ബിൻ അസം എന്ന പേരായ ഒരാൾ സിഹിർ ചെയ്ത ഒരു സംഭവം ഹദീസിൻ്റെ കിതാബുകളിലുണ്ട്. മറവിയുണ്ടോ എന്ന ഒരു തോന്നലും പനിയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചത്. അപ്പം ഇത് പറയുമ്പോൾ പനി ഉണ്ടായാലും സിഹറാന്ന് തോന്നാൻ നിൽക്കണ്ട, ഫോബിയാണ് സാധനം, അല്ല സിഹറല്ല. അപ്പം ഇനി അങ്ങനെ ഒരു ഫോബിയ ആണ്, അത് ആ യാഥാർത്ഥ്യത്തോടു കൂടി തന്നെ ഇതിനെ കണ്ടാൽ കുറേയൊക്കെ പരിഹരിക്കപ്പെടും. എങ്കിലും താങ്കൾ പറഞ്ഞ 40 ദിവസം വരെ ക്ഷമിക്കാനുള്ള മനസ്സില്ലാതെ ഇനി ഏതെങ്കിലും വിധത്തിൽ സിഹർ ഉണ്ട് എന്ന് ഉള്ളൊരു ചിന്തയാണെങ്കിൽ അത് ബാധിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? നല്ല ചോദ്യമാണ്. കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. സൂറത്ത് യാസീനും
വസ്സോഫാത്തി സൂറത്തും ഒരു ബക്കറ്റിൽ ശുദ്ധമായ വെള്ളമെടുത്ത് മുഴുവനായും ഓതി അതിലേക്ക് മന്ത്രിച്ച് കുളി കഴിഞ്ഞതിന് ശേഷം വൃത്തിയുള്ളൊരു സ്ഥലത്ത് വന്ന് ശരീരം മൊത്തം നനയുന്ന രൂപത്തിൽ തലയിലൂടെ ഒഴിച്ചാൽ മതി. ഏത് സിഹിറും ബാത്തിലായി പോകും. സിഹിർ എന്ന് മാത്രമല്ല, വെറുതെയുള്ള ക്ഷീണങ്ങൾ, കണ്ണേറ്, പ്രാക്ക്, ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ അസ്വസ്ഥതകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നീങ്ങിപ്പോവും. സൂറത്ത് യാസീന് വസ്സാഫാത്തി സൂറത്ത് അതൊരു ബക്കറ്റ് വെള്ളത്തിലേക്ക് മന്ത്രിച്ചതിന് ശേഷം കുളി കഴിഞ്ഞ് വൃത്തിയുള്ള സ്ഥലത്തേക്ക് നിന്ന് തലയിലൂടെ ഒഴിക്കുക. ശരീരം മുഴുവൻ നനയുന്ന രൂപത്തിൽ ഒഴിക്കുക. അപ്പോൾ സിഹിർ, മാരണം എന്നിവ ഒരു ചിന്ത, നമ്മളെ ചിന്തകളെ എങ്ങനെ നയിക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും ഡോക്ടറിൽ നിന്ന് പ്രതീക്ഷയോടെ നിൽക്കുന്നത് എപ്പോഴും ഒരു തുടക്കം പ്രവാചക വചനങ്ങളാൽ ആരംഭിച്ച് ഒറ്റമൂലിയാൽ അവസാനിക്കുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റമൂലി പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹിർ ബാധിച്ച സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു കൊടുത്ത 2 സൂറത്തുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിഹിറിനെതിരെയുള്ള പ്രതിരോധം. ഒന്ന് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 2 ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇതിന് ഖലാഖിലുകൾ എന്നാണ് പറയുക. അതായത് 4 സൂറത്തുകളാണ് അതിൽ വരുന്നത്. ഒന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 4 സൂറത്തുകൾ പതിവാക്കുക, വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക, ബക്കറ്റിലെ വെള്ളത്തിൽ മന്ത്രിച്ച് തലയിലൂടെ ഒഴിക്കുക, വീട്ടിൽ പതിവാക്കുക, വീട്ടിലുള്ളവരെപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. പിന്നെ വീട്ടിലെപ്പോഴും ഒരു ഒളു, നിസ്കാരം, ദിക്ർ, ദുആ, ഖുർആൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ വീടിനെയും വീട്ടുകാരെയും ഒരിക്കലും സിഹിർ ബാധിക്കുകയില്ല. ഈമാനിക ആവേശം കൈമുതലാക്കി വീട്ടിൽ ദീനി അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ബാക്കി ഒരു ചികിത്സയുടെ പിന്നാലെയും ഈ വിഷയത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വീട്ടിലെപ്പോഴും പതിവാക്കുക, വീട്ടിലുള്ള എല്ലാവരും പതിവാക്കുക. എല്ലാ ഷർറുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടും. ഈ പതിവാക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സമയമുണ്ടോ? ഇല്ല, സമയമല്ല. എപ്പോൾ ആണെങ്കിലും ചെല്ലാം, എത്രയും ചെല്ലാം. പക്ഷെ ഒരു ദിവസം കുറച്ചെണ്ണെങ്കിലും ചെല്ലിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹിർ ബാധിച്ചപ്പോൾ അള്ളാഹു ജിബ്രീൽ മുഖേന പറഞ്ഞു കൊടുത്ത പരിഹാരത്തേക്കാൾ വലിയ ഒരു പരിഹാരം ഇനി ആർക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്.